ഡൊണാൾഡ് ട്രംപ് ലോകം മൊത്തം താരിഫ് അടിച്ചു കൊടുത്തുകൊണ്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹം പറയുന്നത് ട്രംപ് മാറിക്കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ തയ്യാറാണ് എന്നാണ്. ഇത് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ട്രംപിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രസിഡന്റ് ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകളെല്ലാം തന്നെ വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി JD വാൻസ് വ്യാഴാഴ്ച പറയുന്നത് എന്തെങ്കിലും ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ തയ്യാറാണ്. അതായത് ട്രംപ് ഉടനെ തന്നെ തട്ടിപ്പോകും, അങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പ്രസിഡന്റ് ആയിക്കോളാം എന്നുള്ള ധ്വനിയാണ് ഇയാൾ പറഞ്ഞു വെച്ചത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇത് ട്രംപിൻ്റെ ആരോഗ്യ നിലയിലുള്ള കൂടുതൽ ആശങ്കകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നേരത്തെ ട്രംപിന് ഭ്രാന്താണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു. ട്രംപിന് ഡിമെൻഷ്യയാണ്, ട്രംപിന് ഞരമ്പ് രോഗമാണ്, ട്രംപിൻ്റെ സകല നാഡീവ്യൂഹങ്ങളും തളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പല കോൺസ്പിറസി തിയറികളും ഏറെയുണ്ട്. പക്ഷേ ഇപ്പോൾ JD വാൻസ് ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കൊള്ളാം എന്നുകൂടെ പറയുമ്പോൾ ഈ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയാണ്. 79കാരനായ പ്രസിഡന്റ് ട്രംപ് 78-ാം വയസ്സിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായി കൂടി അദ്ദേഹം മാറി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് USA ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത് ദൈവം വിലക്കട്ടെ, പക്ഷേ ഗുരുതരമായിട്ടുള്ളൊരു ദുരന്തം, അതായത് ട്രംപിൻ്റെ മരണം അത് സംഭവിച്ചാൽ എൻ്റെ ശേഷിച്ച കാലം മുഴുവൻ അമേരിക്കയെ പ്രസിഡന്റായി സേവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആരോഗ്യം ഇപ്പോഴും വളരെ മികച്ചതാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്നുകൂടെ JD വാൻസ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ വൈസ് പ്രസിഡന്റാണ് ഈ JD വാൻസ് എന്ന് പറയുന്ന വ്യക്തി. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി ആക്രമണങ്ങളാണ് നടത്തിയത്. അദ്ദേഹം ബൈഡനെ സ്വീപ്പിംഗ് ജോ എന്ന് പോലും വിളിച്ചു. 2028 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഭരണഘടനയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അത് സംഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ JD വാൻസിനെ മാറ്റി സ്ഥാപിക്കാം, അദ്ദേഹത്തെ മാറ്റി സ്ഥാപിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.